ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഓണം ലുക്കാണ്. അപ്പോൾ ഈ ലുക്കിൽ നിന്നും ഇതാണ് എൻ്റെ ഫൈനൽ ഔട്ട്ഫിറ്റ്, ഫൈനൽ ലുക്ക്. അപ്പോൾ എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? ഈ ലുക്ക് എങ്ങനെയാണ് ഞാൻ ക്രിയേറ്റ് ചെയ്തതെന്ന് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് വീഡിയോയിലോട്ട് പോയി നോക്കിയാലോ? അപ്പോൾ ഏതൊരു മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ നമ്മുടെ സ്കിന്നിനെ ഫസ്റ്റ് തന്നെ നമ്മൾ സെക്യൂർ ആക്കി വെക്കണം. അല്ലെങ്കിൽ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്കിന്നിനെ സെക്യൂർ ആക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബേസിക് ആയിട്ടുള്ള ഒരു കുറച്ച് കാര്യങ്ങൾ നമ്മുടെ സ്കിൻ കെയർ നമ്മൾ കുറച്ച് ചെയ്തിരിക്കണം. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മേക്കപ്പ് ഇടുമ്പം ഭയങ്കര പാച്ചി ആയിട്ട് നമ്മുടെ മുഖത്ത് ഫീൽ ചെയ്യും. അതുപോലെ മേക്കപ്പ് ഇട്ട് കഴിഞ്ഞ് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും എല്ലാം ഇങ്ങനെ ഒലിച്ച പോലെ, വേർത്തൊക്കെ കഴിയുമ്പോൾ ഉണ്ടല്ലോ നമ്മളിങ്ങനെ ഒലിച്ച പോലെ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാതെ ഇരിക്കണമെങ്കിൽ നമ്മൾ ആദ്യം തന്നെ നമ്മൾ സ്കിൻ കെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് സ്കിൻ കെയർ ചെയ്യാം കേട്ടോ. ഇത് പ്ലമ്മിൻ്റെ ആണ്. ഇത് ഞാൻ നമ്മുടെ ടോണർ പ്ലസ് വിറ്റാമിൻ സിയും കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് സെറം ഒന്നും ഞാൻ അപ്ലൈ ചെയ്യുന്നില്ല. സെറം നന്നായിട്ട് അപ്ലൈ ചെയ്യണം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് നമ്മുടെ ഹാൻഡ്സ് വെച്ച് തന്നെ നമ്മൾ നന്നായിട്ട് ഡാബ് ചെയ്ത് കൊടുക്കണം കേട്ടോ. മോയ്സ്ചറൈസർ ആട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. മോയ്സ്ചറൈസർ നമ്മൾ നന്നായിട്ട് റബ്ബ് ചെയ്ത് കൊടുക്കണം കേട്ടോ. കാരണം മുഖത്തിൻ്റെ എല്ലാ ഭാഗത്തും കറക്റ്റായിട്ട് ആവണേ മോയ്സ്ചറൈസർ. വളരെ സിമ്പിളായിട്ടുള്ളൊരു മേക്കപ്പ് ലുക്കാണ് നമ്മൾ ചെയ്യുന്നതെന്നോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ പ്രൈമർ ഇല്ല, അതുകൊണ്ട് ഞാൻ പ്രൈമറായിട്ട് ഇവിടെ യൂസ് ചെയ്യുന്നത് ഫേസസ് കാനഡയുടെ സ്ട്രോക്ക് ക്രീമാണ് വിത്ത് ഷിയ ബട്ടർ ആൻഡ് ഹൈഡ്രോളിക് ആക്സിഡ്. ഇതിൻ്റെ ഗോൾഡ് കളറാണ് ഞാനിന്ന് ട്രൈ ചെയ്യുന്നത് കേട്ടോ. പുതിയ പാക്കറ്റാണ്, പൊട്ടിക്കുന്നേ ഉള്ളേ. അപ്പോൾ കയ്യിൽ ഇച്ചിരി എടുത്തിട്ടുണ്ട് പ്രൈമറല്ല, ഫേസസ് കാനഡയുടെ സ്ട്രോക്ക് ക്രീം ഇച്ചിരി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കണ്ണിൻ്റെ മുകളിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്യണം. പിന്നെ മൂക്കിൻ്റെ ഇവിടെയൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്യണേ, എന്നാലാണ് ആ മൂക്കൊക്കെ എടുത്ത് ഇത് കാണിക്കത്തുള്ളൂ കേട്ടോ. എന്നിട്ട് നമ്മളൊന്ന് ഡാബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കൈ വെച്ച് തന്നെയാണ് കേട്ടോ ഞാൻ ഡാബ് ചെയ്യുന്നത്. അപ്പം ഞാൻ ദേ മുഖത്തെല്ലാം ഇട്ടിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് തന്നെ ചെയ്യാൻ പോണ ലുക്ക് ഐ ലുക്കാണ്. അപ്പം ഞാനിവിടെ എടുത്തേക്കുന്നത് മേബിലിൻ്റെ കളർ കറക്റ്റിംഗ് കൺസീലർ എന്ന് പറഞ്ഞിട്ടുള്ള ഓറഞ്ച് ഷെയ്ഡാട്ടോ ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ കളർ കറക്റ്റർ ഞാൻ കുറച്ച് കണ്ണിൻ്റെ മുകളിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട്. അതുപോലെ കണ്ണിൻ്റെ അടിയിലെ കറുപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കോർണറിൽ മാത്രം ജസ്റ്റ് ഒന്ന് കൊടുത്താൽ മതി കേട്ടോ. ഒരുപാട് കണ്ണിൻ്റെ അടിയിലോട്ട് പോയാൽ ഭയങ്കര വൃത്തികേടായിരിക്കും. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് കൊടുത്താൽ മതി. എന്നിട്ടൊന്ന് ഡാബ് ചെയ്ത് വിടണം കേട്ടോ നന്നായിട്ട്. നമ്മുടെ ഫിംഗർ വെച്ച് തന്നെ ചെയ്താൽ മതിയേ. അപ്പോൾ നമുക്ക് ഇച്ചിരി നന്നായിട്ട് ഡാബ് ചെയ്യാൻ പറ്റും. എന്നിട്ട് നന്നായിട്ടൊന്ന് ഡാബ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം നമ്മൾ ആദ്യം ഐ ലുക്ക് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഐ ഷാഡോ ഒക്കെ രണ്ടാമത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഫൗണ്ടേഷനൊക്കെ ഇട്ടിട്ടാണ് ഐ ഷാഡോ ചെയ്യുന്നതെങ്കിൽ അത് ഈ ഐ ഷാഡോയുടെ പൗഡറൊക്കെ നമ്മുടെ മുഖത്ത് വന്നിട്ട് അതിങ്ങനെ ഭയങ്കര ഇതായിട്ടിരിക്കാൻ ചാൻസസ് കൂടുതലാണ്. അപ്പം എപ്പോഴും ഞാനിങ്ങനെയാണ് ചെയ്യുന്നത്. ഞാനങ്ങനെ വലിയ മേക്കപ്പ് ആർട്ടിസ്റ്റോ അങ്ങനെയൊന്നും അല്ല. അപ്പം ഞാൻ ചെയ്യുന്ന രീതി ഞാൻ ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ ഇത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഈ കൺസീലർ ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒരു ഇച്ചിരി ലൂസ് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ഇച്ചിരി ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ ലൂസ് പൗഡർ ഇട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട്. നമ്മൾ ആദ്യം തന്നെ ഒരു ബേസ് ആയിട്ട് നമ്മളൊരു ന്യൂഡ് ഷെയ്ഡ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം ഞാൻ ഈ ഷെയ്ഡാണ് ഇന്ന് ഇത് ചെയ്യുന്നത്. ഇത് ന്യൂഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതായിട്ട് കമ്പനി ഏതാണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. ഈ ഷെയ്ഡാണ് ഞാനിപ്പോൾ എന്തായാലും ചൂസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ബ്രഷിൽ ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് ഒന്ന് എപ്പോഴും ഐ ഷാഡോ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളൊന്ന് ഇങ്ങനെ തട്ടി കൊടുക്കണം കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് ബേസ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് നമ്മളൊന്ന് ഇത് ചെയ്യണേ. ഐ ഷാഡോ എന്തോരം നേരം നമ്മളിത് ചെയ്താലും അത്രയും നല്ലതാണ്.
അപ്പോൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഐ ഷാഡോ എപ്പോഴും. അല്ല, ഈ കണ്ണിൻ്റെയും ഡിഫറൻസ് നിങ്ങൾക്ക് ഇപ്പം തന്നെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവൂലേ? ഇപ്പം നമ്മൾ ബേസ് ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ ഞാൻ ഈ പാലറ്റിൽ നിന്ന് കേട്ടോ, റോസ് ഗോൾഡിൻ്റെ ഒരു പാലറ്റാണ്. ഇതിൽ നിന്ന് ഞാൻ എടുക്കുന്ന കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കളറാട്ടോ, ഈ ഒരു ഷെയ്ഡാണ് ഞാൻ എടുക്കുന്നത്. എന്നിട്ട് അതുപോലെ തന്നെ മറ്റേ കണ്ണിനും നമ്മൾ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം നമുക്ക് അത് കഴിഞ്ഞിട്ടൊരു ഷിമ്മറി ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് സ്വിസ് ബ്യൂട്ടിയുടെ പാലറ്റിൽ നിന്ന് ഈ ഒരു ഷിമ്മറി ഈ സാധനം ഒന്ന് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മോള് ഇങ്ങനെ ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുന്നുണ്ടേ. എന്നിട്ട് എക്സസ് ആയിട്ടുള്ള ഇവിടുത്തെ ഇതൊക്കെ ഒന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ബ്രഷ് വെച്ചിട്ടൊന്ന് ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ സ്വിസ് ബ്യൂട്ടിയുടെ തന്നെ പാലറ്റിൽ നിന്ന് ഈ ഒരു ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട് ജസ്റ്റ് ഈ കോർണറിൽ ഒന്ന് കണ്ണിൻ്റെ അടിയിലൊന്ന് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഒരു നമ്മുടെ കണ്ണൊന്ന് ഇങ്ങനെ ഇത് ബ്ലിങ്ക് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാട്ടോ അത് ചെയ്യുന്നത്. അതുപോലെ ഈ കോർണറിലും ഒന്ന് ജസ്റ്റ് ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ടേ. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട്? ഐ ഷാഡോയുടെ ഫൈനൽ ലുക്ക് ഇതാണ്. ഇനി നമുക്ക് കളർ കറക്റ്റർ എടുക്കാം. കളർ കറക്റ്റർ എടുത്തിട്ട് നമുക്ക് എൻ്റെ മുഖത്ത് കുറച്ച് ഇവിടെയൊക്കെ ഡാർക്ക് സ്പോട്ടുകളുണ്ട്, അവിടെയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെറിയ രീതിയിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അത് ഇവിടെ പിന്നെ ചുണ്ടിൻ്റെ ഈ ഇന്നർ ഇതൊക്കെ ഇവിടെ കേട്ടോ, അത് ഔട്ട് സൈഡ് ഇവിടെയൊക്കെ ഒരു ഇച്ചിരി കൊടുത്താൽ മതിയെ. ഒരുപാട് ഇങ്ങനെ ഇത് നമ്മൾ പാച്ച് ചെയ്തിട്ടിരിക്കും മേക്കപ്പ്. അപ്പം നമ്മൾ ഇത്രയും ഭാഗത്ത് ഞാൻ എൻ്റെ കളർ കറക്റ്റർ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി അത് ബ്ലെൻഡ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം നമ്മളത് ബ്ലെൻഡ് ചെയ്തെടുക്കണം കേട്ടോ. ഫിംഗർ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ബെൻഡ് ചെയ്തെടുക്കാം. അതേപോലെ ഒരുപാട് കൺസീലർ, ഒരുപാട് കളർ കറക്റ്റർ അപ്ലൈ ചെയ്യരുത്. നമ്മളിതിൻ്റെ മുകളിൽ ഇനി കൺസീലറൊക്കെ അപ്ലൈ ചെയ്യും. അപ്പോൾ ഒരുപാട് കളർ കറക്റ്റർ അപ്ലൈ ചെയ്ത് ഇങ്ങനെ പുട്ടിയിട്ട പോലെ ഇരിക്കും. അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി കുറച്ച് ലൂസ് പൗഡർ, നമ്മൾ ആദ്യം കൺസീലർ ഇട്ടപ്പോൾ ചെയ്തില്ല അതുപോലെ കുറച്ച് ലൂസ് പൗഡർ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് അപ്പോൾ ഒരുപാട് ലൂസ് പൗഡർ എടുക്കാണ്ട് കുറച്ച് എടുത്തിട്ട് അപ്ലൈ ചെയ്യണം കേട്ടോ. ഇനി നമ്മൾ ഫൗണ്ടേഷൻ ആട്ടോ അടുത്ത സ്റ്റെപ്പായിട്ട് ഇടുന്നത്. ഫൗണ്ടേഷൻ ഞാൻ ഒരു ഡ്രോപ്പായിട്ട് ഇടുന്നുള്ളൂ. ഒരു ഡ്രോപ്പ് ഫൗണ്ടേഷനും പിന്നെ നമ്മൾ പ്രൈമറായിട്ട് യൂസ് ചെയ്ത ഫേസസ് കാനഡയുടെ സ്ട്രോപ്പ് ക്രീമും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഇടുന്നത് കേട്ടോ. നല്ലൊരു അടിപൊളി സംഭവം കേട്ടോ. ട്രൈ ചെയ്തിട്ടില്ലാത്തവർ ഇതുവരെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ലൊരു അടിപൊളി ഫിനിഷ് നമുക്ക് തരും കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫേസിലും അപ്ലൈ ചെയ്യണം. അതുപോലെ നെക്കിലും നമ്മൾ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ടും ഇത് ചെയ്യാം, ബ്ലെൻഡ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ബ്രഷ് വെച്ചിട്ടും ബ്ലെൻഡ് ചെയ്യാം. ഞാനിന്നിപ്പോൾ ബ്രഷ് വെച്ചിട്ടാണ് ബ്ലെൻഡ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ അടുത്തത് ചെയ്തത് പിരിക എഴുതി കൊടുക്കണതാട്ടോ. പിരിക എഴുതി കൊടുക്കണത് ഒരു വീഡിയോ ഞാൻ ലോങ് ആയിട്ട് ചെയ്യാം. എനിക്ക് ഒട്ടും പിരികില്ലാത്ത ഒരാളാണ്. അപ്പോൾ ഞാൻ ഈ പിരിക എഴുതി കൊടുത്തു. അപ്പോൾ ഇപ്പോൾ വോയിസ് ഓവർ കൊടുക്കണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഷൂട്ട് ചെയ്തിരിക്കുന്നതിനിടയ്ക്ക് കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ബാക്കിൽ ബഹളം വെക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് വോയിസ് ഓവർ നേരിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ വോയിസ് ഓവറായിട്ട് കൊടുക്കുന്നത്. എനിക്ക് ഇഷ്ടം തുറന്ന് സംസാരിക്കാനായിരുന്നു. അത് കഴിഞ്ഞ് പിരികൊക്കെ എഴുതി കഴിഞ്ഞിട്ട് ഞാനൊരു കൺസീലർ അപ്ലൈ ചെയ്ത് കൊടുത്തായിരുന്നു കേട്ടോ. ചിന്നിൻ്റെ അവിടെ നമ്മൾ ചുണ്ടലിയുടെ ചുണ്ട് പിടിക്കണ പോലെ പിടിച്ചിട്ട് കൺസീലർ അപ്ലൈ ചെയ്യണം. നമ്മുടെ രണ്ട് സൈഡിലും ചീക്ക് ബോണിൻ്റെ അവിടെയും താഴെ ജോ ബോണിൻ്റെ അവിടെയും. എന്നിട്ട് താഴത്തേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. താഴത്തേക്ക് ബെൻഡ് ചെയ്ത് കൊടുക്കണം. എന്നാലാണ് അതൊരു ഭംഗിയായിട്ട് ഇങ്ങനെ മുഖത്തിനൊരു സ്ലിമ്മായിട്ട് നമുക്ക് തോന്നത്തുള്ളൂ. ഇനി നമുക്ക് കണ്ണെഴുതുന്നതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. കണ്ണെഴുതുന്ന 2 വീഡിയോ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടു നോക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ അത് കണ്ടു നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണം കേട്ടോ. അപ്പോൾ കണ്ണൊക്കെ എഴുതി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അടുത്തത് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബ്ലഷ് ഇട്ട് കൊടുത്തു. ഞാൻ അങ്ങനെ അധികം ബ്ലഷ് ഇടുന്ന ഒരു ടൈപ്പല്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു ബ്ലഷിൻ്റെ ഒരു പാലറ്റ്
പാലറ്റിൽ നിന്ന് ഞാൻ ഒരു പുതിയ പാലറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ എടുക്കാൻ ഞാൻ വിട്ടുപോയി. അതിൽ നിന്ന് ജസ്റ്റ് ഒരു ബ്രഷ് പാലറ്റ് എടുത്തുവിട്ട് അത് ബ്രഷ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തു. പിന്നെ അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞത് ഞാൻ ഹൈലൈറ്റ് ചെയ്ത് വിട്ടു. എൻ്റെ നോസിൻ്റെ ആ ഭാഗം ഒന്ന് ജസ്റ്റ് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തു. അത് ഞാനൊരു പാലറ്റ് ഇവിടെ നിന്ന് മേടിച്ചതാണ്, ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് മേടിച്ചതാണ്. അത്ര നല്ല ബ്രാൻഡൊന്നും അല്ല, എന്നാലും നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിന് കിട്ടിയതാട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ബ്ലഷിൻ്റെ ഇട്ട നമ്മുടെ അവിടെ അപ്ലൈ ചെയ്തിട്ടു. പിന്നെ ബ്ലഷ് ഇടുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ, നമ്മുടെ മുഖത്തേക്ക് ചബ്ബി ചീക്സിൻ്റെ അങ്ങോട്ട് കയറ്റിയിടരുത്. നമ്മുടെ ഒരു കറക്റ്റ് ഒരു ഇതായിട്ട് ഇടണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ എല്ലാ മേക്കപ്പും കഴിഞ്ഞ് നമുക്ക് ബാക്കി പൊട്ട് കുത്തുക, ലിപ്സ്റ്റിക് ഇടുക, അതൊക്കെയാണ്. അപ്പം ഞാൻ വിചാരിക്കുന്നത് അത് ഡ്രസ്സ് മാറിയതിന് ശേഷം ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാട്ടോ ഇരിക്കുന്നത്. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ബേസ് ആയിട്ടുള്ള മേക്കപ്പ്. അപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. അപ്പം നമ്മുടെ ഹെയർ സ്റ്റൈല് ഇതാണ്. ഇത് കഴിഞ്ഞിട്ട് കമ്മലും മാലയൊക്കെ ഇട്ടിട്ടോ, ഒരു ജിമിക്കാട്ടോ. ഇത് ഞാൻ നാട്ടിൽ നിന്ന് ഒരു കടയിൽ നിന്ന് മേടിച്ച ഒരു കമ്മലാണ്. ഇവിടെയൊക്കെ ജിമിക്ക കിട്ടാൻ ഭയങ്കര പാടാണ്, കിട്ടുമല്ലോ എന്ന് എനിക്കറിയില്ലേ. അത് കാരണം മാലയും കമ്മലും വളയൊക്കെ ഞാൻ നാട്ടിൽ പോയ സമയത്ത് മേടിച്ചതാണ്. ഇതാണ് നമ്മുടെ ലാസ്റ്റ് ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മിനിമൽ മേക്കപ്പ് ആണ് നമ്മൾ ചെയ്തിട്ടുള്ളൂ, സിമ്പിൾ ആയിട്ടുള്ള മേക്കപ്പ്. അപ്പം ഈ മേക്കപ്പ് ലുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു മേക്കപ്പ് ലുക്കാണ് ഞാൻ ഇന്ന് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട, അതേപോലെ സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ വലിയ മേക്കപ്പ് ആർട്ടിസ്റ്റൊന്നും അല്ല, എന്നാലും എനിക്കറിയാവുന്ന കാര്യങ്ങൾ കുറച്ച് നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്തെന്ന് തോന്നി. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.